നമ്മുടെ മിനിറ്റ്സ് പുസ്തകം പരിചയപ്പെടുത്തുക എന്നാണ് ഈ വീഡിയോൻ്റെ ഉദ്ദേശം. ഇതിൽ മിനിറ്റ്സ് പുസ്തകം തുറക്കുമ്പോൾ ഇങ്ങനൊരു പേജ് കാണാം. ഇതിന് നിങ്ങളുടേതായ ഡീറ്റെയിൽസാണ് ഇതിൽ വരേണ്ടത്. ഇപ്പോൾ SH നെയിം എന്ന് പറയുന്നത് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് നെയിം, അതായത് നിങ്ങളുടെ അയൽക്കൂട്ടത്തിൻ്റെ പേരാണ് എഴുതേണ്ടത്. സംഗമം 1, സംഗമം 8 എന്താണ് നിങ്ങളുടെ അയൽക്കൂട്ടത്തിൻ്റെ പേര്, അത് എഴുതാം. സംഗമം 176 എന്നുള്ളത് എഴുതാം. അടുത്തത് സോൺ നെയിമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ ഏത് സോണിലാണോ ആ സോണിൻ്റെ പേര് എഴുതാം. മൂന്നാമത് അഫിലിയേഷൻ നമ്പറാണ്. അത് നിങ്ങളുടെ മൊബൈൽ ആപ്പിൻ്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് കാണാം. സെക്രട്ടറിമാർ ആരായാലും തുറന്നു കഴിഞ്ഞാൽ KNR ബാർ 01 ബാർ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന നമ്പറുണ്ട്. അതിൻ്റെ ലാസ്റ്റത്തെ നമ്പർ എഴുതാതെ ബാക്കി മുഴുവനായിട്ട് എഴുതുക. ലാസ്റ്റത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ വ്യക്തിയുടെ നമ്പർ ആണത്. നിങ്ങൾ കാർഡിൽ കാണാതെ KNR ബാർ 101 ബാർ അങ്ങനെയുള്ള 123 അല്ലെങ്കിൽ 01 കാണാം. അപ്പോൾ ആ ഒരു KNR കഴിഞ്ഞിട്ടുള്ള 2 ഭാഗം മാത്രമേ എഴുതാം. ഇതാണ് അഫിലിയേഷൻ നമ്പർ. ഇനി നാലാമത് എഴുതേണ്ടത് നമ്മുടെ സൊസൈറ്റിയുടെ പേരാണ്. നമ്മൾ ആരാണ് ഫെസിലിറ്റി ചെയ്യുന്നുള്ളത്. നന്മ വെൽഫെയർ സൊസൈറ്റി തലശ്ശേരി എന്ന് എഴുതാം. നന്മ വെൽഫെയർ സൊസൈറ്റി തലശ്ശേരി എഴുതാം. മറ്റൊന്ന് മിനിറ്റ്സ് സ്റ്റാർട്ടിംഗ് ഡേറ്റാണ് 2025 ഒക്ടോബർ എന്ന് എഴുതാം. 2025 ഒക്ടോബർ. ഇനി കളക്ഷൻ ഡേ ആൻഡ് ടൈം. നിങ്ങൾ ആഴ്ചയിൽ കളക്ഷൻ എടുക്കുന്നൊരു ദിവസമുണ്ട്. നിങ്ങൾ അയൽക്കൂട്ടം അംഗങ്ങൾ നിങ്ങൾക്ക് എത്തിക്കുന്ന സ്വീകരിക്കുന്ന ദിവസം മുൻകൂട്ടി നിശ്ചയിച്ചാണ്. അത് ചൊവ്വാഴ്ച 11 മണി, തിങ്കളാഴ്ച 3 മണി, ഇങ്ങനെ ഉണ്ടാവും. വ്യത്യസ്തമായിരിക്കും ഓരോ ആളുകൾ. നിങ്ങൾ ഏതാണോ നിശ്ചയിച്ച സമയം അത് കൃത്യമായിട്ട് എഴുതുക. അങ്ങനെ നിശ്ചയിച്ച സമയം ഇല്ലെങ്കിൽ അത് നിശ്ചയിച്ചിട്ട് എഴുതണം. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. മീറ്റിംഗ് ഡേ ആൻഡ് ടൈം അതും നിശ്ചയിച്ചതാണ്. 2ാമത്തെ ശനി, 1ാമത്തെ ശനി. അതിൻ്റെ സമയം നമ്മൾ നിശ്ചയിച്ചാണ്. വൈകുന്നേരം 3 മണി അല്ലെങ്കിൽ 4 മണി, രാവിലെ 11 മണി എന്നുള്ളത് നിങ്ങൾ നിശ്ചയിച്ച എന്താണോ അത് നിങ്ങളുടെ ടൈമും നിങ്ങളുടെ ഡേയും. 3ാമത്തെ തിങ്കളാഴ്ച അല്ലെങ്കിൽ 2ാമത്തെ വ്യാഴാഴ്ച എന്ന് നമ്മൾ നിശ്ചയിച്ചാണ്. അതാണ് ഇവിടെ വരേണ്ടത്. ഈ ഒരു പേജ് അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. പിന്നെയുള്ളത് മറ്റൊന്ന് അടുത്ത പേജാണ്. ഈ അയൽക്കൂട്ട മിനിറ്റ്സ് പുസ്തകത്തിന് എന്തൊക്കെ ഉള്ളത് എന്നാണ് ഇതിൽ കാണിക്കുന്നത്. 4 ഭാഗമായിട്ടാണ് ഉള്ളത്. 1 മാർഗ്ഗരേഖയാണ്, 2 ആചാര പട്ടികയാണ്, 3 ഇടപാടുകളുടെ സാമ്പത്തിക രേഖയാണ്, 4ാമത്തത് മിനിറ്റ്സ് പുസ്തകമാണ്. 17ാമത്തെ പേജ് മുതലാണ് മിനിറ്റ്സ് പുസ്തകം ആരംഭിക്കുന്നത്. അതുവരെ മറ്റ് ഡീറ്റെയിൽസാണ്. ആദ്യത്തിൽ മാർഗ്ഗരേഖയാണ്. ഒരു 7 രീതിയിലുള്ള വ്യത്യസ്തമായ മാർഗ്ഗരേഖയാണ്. മാസ്റ്റർ യോഗത്തിൻ്റെ അജണ്ട, നടത്താവുന്ന മാതൃകാ പരിപാടികൾ, ഇങ്ങനെ ഭാരവാഹികളുടെ ഉത്തരവാദിത്തങ്ങൾ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മിനിറ്റ്സിൻ്റെ ആവശ്യകത, ഇങ്ങനെയൊക്കെയുള്ള പേജ് 11 വരെ അങ്ങനെയാണ്. ആചാര പട്ടികയാണ്, 2 ആചാര പട്ടികയാണ്. 3ാമത് ഡിപ്പോസിറ്റ്, ലോണ്, സേവനാന്തരം, ഫുഡ് കിറ്റ്, ഇങ്ങനെയുള്ളതിൻ്റെ ചാരിറ്റി ഫണ്ടിൻ്റെ എല്ലാം ഒരു സാമ്പത്തിക രജിസ്റ്ററാണ്. 17ാം പേജ് മുതലാണ് മിനിറ്റ്സ് ആരംഭിക്കുന്നത്. നമ്മൾ ഓഫീസ് പ്രവർത്തനങ്ങൾ, നിലവിലുള്ള ഓഫീസ് പ്രവർത്തനങ്ങൾ കാണിക്കുന്നുണ്ട്. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കുക. ഇതാണ് ഈ ഒരു 2ാമത്തെ പേജിലുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 3 മുതൽ 11 വരെ ഇങ്ങനെ ഇതിൻ്റെ മാർഗ്ഗരേഖകളാണ്. നിങ്ങൾ അയൽക്കൂട്ടത്തിൽ ചർച്ച ചെയ്യണം. എന്തെങ്കിലും സംശയം വരുമ്പോൾ തുറന്നു നോക്കാം. ഇതൊക്കെയാണ് രീതി. മിനിറ്റ്സ് എഴുതേണ്ട രീതിയുണ്ട്, കളക്ഷൻ എടുക്കേണ്ട രീതിയുണ്ട്, ഇതൊക്കെയുണ്ട്. 12ാം പേജ് മുതലാണ് നമ്മൾ ഇതിൻ്റെ ആചാരപ്പട്ടിക ആരംഭിക്കുന്നത്. ഇത് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ അയൽക്കൂട്ടത്തിൽ എത്ര പേരുണ്ട് അവരെല്ലാവരുടെയും പേര് ഇവിടെ എഴുതാം. ഓക്കെ, 15 പേരാണ് 15 പേര്, 20 പേരാണ് 20 പേര് എഴുതാം. ഇനി ഈ ജോയിനിങ് ഡേറ്റ് എന്നുള്ളത് നിങ്ങൾ ഇപ്പോൾ എഴുതേണ്ടില്ല. ഇത് എഴുതി മിനിറ്റ്സ് ആരംഭിച്ച് ഇപ്പോൾ നവംബറിലോ ഡിസംബറിലോ പുതിയ മെമ്പർ നിങ്ങൾക്ക് വരികയാണെങ്കിൽ അവരുടെ പേരിന് നേരെ എഴുതേണ്ടതാണ് ഈ ജോയിനിങ് ഡേറ്റ് എന്നുള്ളത്. അതുകൊണ്ട് നിലവിൽ ആരുടെയും എഴുതേണ്ടതില്ല. ഓക്കെ. 3 വർഷത്തെ മിനിറ്റ്സാന്ന് പറഞ്ഞു. നമ്മൾ 3 വർഷമാണ് എഴുതേണ്ടത്. 2025, 28 എന്നുള്ളത്, 26, 2026, 27, 2020, 28 ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത്. ഇതിന് ശേഷം ഇതിൻ്റെ മാസമാണ് എഴുതേണ്ടത്. ഒക്ടോബർ OCT എന്ന് എഴുതുക, നവംബർ NOV എന്ന് എഴുതുക. ഇങ്ങനെയാണ് ഇതിൻ്റെ എഴുതേണ്ടത്. ഈ രീതിയിൽ നിങ്ങൾക്ക് വർഷം, അതുപോലെ മാസം, ഒക്ടോബർ, നവംബർ, ഡിസംബർ എന്നുള്ള എഴുതുക. അതിന് ശേഷം 2026, 2027, 28 ആണ് അതിൻ്റെ ഒരു രീതി. ഇതാണ് നമ്മളെ പ്രതിമാസ യോഗത്തിൻ്റെ ആചാരപ്പട്ടിക. ഇതേപോലെ മേഖലാ പഠന വേദിയുടെ ആചാരപ്പട്ടികയാണ് താഴെയുള്ളത്. അത് ആളുകളെ പേരെഴുതുക,
നേരത്തെ സൂചിപ്പിച്ചതുപോലെ വർഷം എഴുതുക, ഇതൊക്കെ എഴുതുക. ഒരാളെ പേര് നമ്മളിങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ മാർക്ക് ചെയ്യുക. ഓക്കെ, വന്നിട്ടില്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട, അല്ലെങ്കിൽ എന്തെങ്കിലും എന്നിടുക, ലീവ് എന്നിടുക, പിന്നെ പിന്നെയും വന്നിങ്ങനെ ഹാജരപ്പെട്ട് എഴുതുന്ന പോലെ നമ്മൾ സാധാരണ എഴുതുക. ഓക്കെ, 16-ാമത്തെ പേജ് മുതൽ ഡിപ്പോസിറ്റിൻ്റെ ഇടപാട് രേഖയാണ്. പറഞ്ഞതുപോലെ ആളുകളെ പേര് എഴുതുക, ജോയിനിങ് ഡേറ്റ് ഇപ്പോൾ എഴുതേണ്ടില്ല, ഇവിടെ വർഷം എഴുതുക. വർഷം എഴുതിയിട്ട് ആ വ്യക്തിയുടെ എമൗണ്ട് ഇപ്പോൾ ഒരു മാസം ആകുമ്പോഴേക്കും പിന്നെ 3000 റുപ്യ ആണെങ്കിൽ അത് എഴുതുക. അല്ലെങ്കിൽ അടുത്ത മാസം പിന്നെ 1500 ആണ് എഴുതുക. പിറ്റത്തെ മാസം 2000 റുപ്യ ആണ്. ഇങ്ങനെ 4 ആഴ്ചയുടെയും പൈസ എത്രയാണോ വരുന്നത് അതിങ്ങനെ കൂട്ടി എഴുതുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതേപോലെ ലോൺ ഇടപാടിൻ്റെതും പിന്നെ ഒരു വ്യക്തിയുടെ പേര് എഴുതുക. ലോൺ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കൊടുത്ത വ്യക്തിയുടെ എമൗണ്ട്, ഇപ്പോൾ ഒരാൾ ഈ ഒരു വർഷമാണല്ലോ, ഒരു വർഷം ഈ ഒരു ലോൺ എന്ന് പറഞ്ഞാൽ 3 വർഷത്തേക്കാണ്. ഒരു വർഷം ഒരു ലോണിൽ ഒരാൾ വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ആ എമൗണ്ട് എഴുതുക. ഇവിടെ ഇപ്പോൾ 1,00,000 റുപ്യ എടുത്ത്, അപ്പോൾ അടുത്ത വർഷം ചിലപ്പോൾ എടുക്കില്ല, അതിൻ്റെ അപ്പുറത്തായിരിക്കും ചിലപ്പോൾ എടുക്കുക. അപ്പോൾ ഇങ്ങനെ ആ വ്യക്തി ഈ 3 വർഷം കൊണ്ട് എടുത്ത ലോണിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അതുപോലെ ഫുഡ് കിറ്റിൻ്റെതും നമുക്ക് കിട്ടും ഓരോ വർഷത്തിൽ. അതുപോലെ സേവന കേന്ദ്രം അനൗൺസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ ഇതാക്കാം. വ്യക്തി ഫുഡ് കിറ്റിൻ്റെ ഇപ്പോൾ അവരിപ്പോൾ ഒരു 500 റുപ്യ ആയിരുന്നു ആ ഒരു വർഷം, ഇപ്പോൾ 500 റുപ്യ എഴുതാം. ഈ പേരിന് നേരെ ഇവിടെ ഞാൻ പേര് എഴുതിയിട്ടില്ല, പേരിന് നേരെ ഇങ്ങനെ എഴുതാം. ഓക്കെ, പിന്നെ സേവന കേന്ദ്രത്തിലേക്ക് അവരെന്തെങ്കിലും ഒരു 200 റുപ്യ തന്നു. മറ്റ് ചാരിറ്റി എന്തെങ്കിലും ചികിത്സാ സഹായം എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ ഒരു വർഷം തന്നു, ഒരു 100 റുപ്യ തന്നു. വേറെ എന്തെങ്കിലും അനൗൺസ് ചെയ്തിട്ട് അന്നേരം എഴുതാം. ഓക്കെ, ഇങ്ങനെ ചാരിറ്റി, അതായത് ലോൺ ഇടപാട്, ഫുഡ് കിറ്റ്, സേവനകേന്ദ്രം, മറ്റ് ചാരിറ്റി, ഇങ്ങനെ എഴുതാം. ഓക്കെ, പിന്നെ കൈത്താങ്ങിൻ്റെ ഇതാണ്. അതും ഇതുപോലെ തന്നെ ആളുകളെ പേര് എഴുതുക. നിലവിലുള്ള ആളുടെ ജോയിനിങ് ഡേറ്റ് വേണ്ട, പിന്നെ വർഷം എഴുതുക. ആ വ്യക്തി തന്ന കൈത്താങ്ങിൻ്റെ പൈസ ആ മാസം എത്രയാണ് തന്നത്. ഒരു വ്യക്തി ഒരു വർഷം ഇങ്ങനെ തന്നത് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മൾ 3 വർഷത്തെ മിനിറ്റ്സിൻ്റെ എന്താണ് ഏതാണെന്നുള്ള പറയുന്നുണ്ട്. അതിന് ശേഷമാണ് മിനിറ്റ്സ് ആരംഭിക്കുന്നത്. 18-ാമത്തെ പേജ് മുതലാണ് നിങ്ങൾ മിനിറ്റ്സ് എഴുതേണ്ടത്. മിനിറ്റ്സ് പുസ്തകം എഴുതേണ്ടത് രീതി, ആദ്യം നമ്മളെ അയൽക്കൂട്ടത്തിൻ്റെ പേര് എഴുതുക. സംഗമ അയൽക്കൂട്ടത്തിൻ്റെ പേര്, സംഗമം 1, സംഗമം 2, സംഗമം 3, എന്താണ് നിങ്ങളുടെ അയൽക്കൂട്ടത്തിൻ്റെ പേര് അത് എഴുതുക. അതിനുശേഷം യോഗം ചേർന്ന സ്ഥലം, വീട്ടു പേര് എഴുതുക. ഏത് വീട്ടിലാണോ ചേർന്നത് അവിടെ എഴുതുക. അതിനുശേഷം പങ്കെടുത്ത അംഗങ്ങളുടെ എണ്ണം അത് ലാസ്റ്റ് എഴുതിയാൽ മതി. എത്ര പേർ പങ്കെടുക്കുന്നത് നോക്കിയിട്ട് എഴുതിയാൽ മതി. അധ്യക്ഷത വഹിച്ചത് ആരാണോ, പ്രസിഡൻ്റ് നേതൃത്വത്തിലാണോ അല്ല സെക്രട്ടറിയുടെ ആരാണ് അധ്യക്ഷത വഹിച്ചത് അവിടെ എഴുതുക. പ്രസിഡൻ്റോ അല്ല വൈസ് പ്രസിഡൻ്റാണോ അധ്യക്ഷത വഹിക്കേണ്ടത്. ഇവിടെ വലതുഭാഗത്ത് മിനിറ്റ്സിന് നമ്പർ ഉണ്ടാവും. ഒക്ടോബർ മാസം മുതൽ 01 എന്ന് എഴുതുക. ഓക്കെ, പിന്നെ തീയതി എഴുതുക. 5-ാം തീയതിയാണ് 5/10/2025 എഴുതുക. സമയം 11 മണിയോ 3 മണിയോ എത്രയാണ് നിങ്ങൾ ചേരുന്ന സമയം എഴുതുക. അതിനുശേഷം അജണ്ട, ഈ യോഗത്തിൽ എന്തൊക്കെയാണ് നിങ്ങൾ നടത്താൻ പോകുന്നത് എന്നാണ് ഇവിടെ എഴുതുന്നത്. നടത്താൻ പോകുന്ന ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. സ്വാഗതം സെക്രട്ടറി ആണോ പറയേണ്ടത് എഴുതുക. ഇനി അതല്ല ജോയിൻറ്റ് സെക്രട്ടറി ആണ്, അങ്ങനെ ആരെയാണ് സ്വാഗതം പറഞ്ഞ് എഴുതുക. ആമുഖം എന്ന് പറയുന്നത് അധ്യക്ഷയാണ്, അത് യൂണിറ്റ് അയൽക്കൂട്ടം പ്രസിഡൻറ്റിൻ്റെ പേര് എഴുതുക. റിപ്പോർട്ട് വായിക്കേണ്ടത് സെക്രട്ടറിയാണ്, സെക്രട്ടറിയുടെ പേര് എഴുതുക. മറ്റുള്ളവ എന്ന് പറയുന്നത് നിങ്ങൾ എന്താണോ അവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സൊസൈറ്റിയുടെ അറിയിപ്പ്, അതുപോലെ ലോൺ ആവശ്യപ്പെട്ട പ്രകാരം ലോൺ പാസ്സാക്കുന്നത്, പിന്നെ അവതരണം അല്ലെങ്കിൽ ഗാനാലാപനം, ഇങ്ങനെ തുടങ്ങി നിങ്ങൾ ഈ യോഗത്തിൽ എന്താണോ നടത്താൻ ഉദ്ദേശിക്കുന്നത് അതൊക്കെ ഇവിടെ എഴുതുക. പഠനവേദി ചർച്ചയാണെങ്കിൽ പഠനവേദി എഴുതുക. അതുപോലെ ബാങ്ക് അക്കൗണ്ടിൽ മാറ്റം വരുത്തണമെങ്കിൽ അത് എഴുതുക. അങ്ങനെ എന്താണോ നിങ്ങളെ യോഗത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത് ഇവിടെ എഴുതലാണ് അജണ്ട എന്ന് പറയുന്നത്. ഓക്കെ, അതിനുശേഷം പങ്കെടുത്ത അംഗങ്ങളുടെ ഒപ്പാണ് പേരും ഒപ്പും. അത് പങ്കെടുത്തവർ തന്നെയാണ് പേരെഴുതി ഒപ്പിടേണ്ടത്. അല്ലാണ്ട് ഭാരവാഹികൾ അത് നല്ല വൃത്തിയിൽ വെടുപ്പിൽ പേരെഴുതി വെക്കുക എന്നിട്ട് ഒപ്പിടലല്ല. പിന്നെ ഓരോ അംഗങ്ങളും അവരുടെ പേര് അവരുടെ കൈയക്ഷരത്തിൽ എഴുതുക എന്നിട്ട് ഒപ്പിടുക. അങ്ങനെ എത്ര പേര് പങ്കെടുത്തോ അവർ മാത്രം. ഓക്കെ, മിനിറ്റ്സ് ഇവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒപ്പിടാൻ സമ്മതിക്കരുത്. അന്ന് വന്നവർ മാത്രമാണ് ഒപ്പിടേണ്ടത്. താഴെയുള്ളത് സൊസൈറ്റിന്നോ അല്ലെങ്കിൽ സോണൽ കമ്മിറ്റിന്നോ മറ്റ് പങ്കെടുത്ത പ്രതിനിധികളുണ്ടെങ്കിൽ അവരുടെ പേര് ഒപ്പാണ്. അവരുടെ പേര് എഴുതും.
സൊസൈറ്റി പ്രസിഡന്റ് എന്ന് എഴുതുക, പേര് എഴുതി ഒപ്പിടുക. അല്ലെങ്കിൽ സോണൽ പ്രസിഡന്റ്, സോണൽ പ്രതിനിധി, അവരെ പേര് എഴുതി ഒപ്പിടുക. അവർ ചെയ്യേണ്ടതാണ്. അവരാരെയും പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്യേണ്ടതാണ്. ഇവിടെ നിലവിലെ ഡിപ്പോസിറ്റ്, അത് അക്ഷരത്തെറ്റുണ്ട്, ഡിപ്പോസിറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ലോൺ ബാലൻസ് വിവരങ്ങളാണ് ഇവിടെ എഴുതേണ്ടത്. ഡിപ്പോസിറ്റ് ഇപ്പോൾ 4 ലക്ഷം ഉണ്ടെങ്കിൽ ഇവിടെ 4 ലക്ഷം എഴുതുക. ലോണ് ഇപ്പോൾ 3 ലക്ഷം ഉണ്ടെങ്കിൽ 3 ലക്ഷം എഴുതുക. ഇവിടെ ബാലൻസ് എന്നുള്ള 1 ലക്ഷം എഴുതുക. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ സെക്രട്ടറിയുടെ ആപ്പ് നോക്കിയിട്ട് മൊത്തം ഡിപ്പോസിറ്റ്, മൊത്തം ലോണ്, ബാക്കി വരുന്ന മൊത്തം പൈസ, ഇതാണ് എഴുതേണ്ടത്. അതിനുശേഷം ഇതിലെ ചർച്ചയും തീരുമാനങ്ങളാണ് ഈ വലതുഭാഗത്ത് ഇതിൽ വരുന്നത്. നിങ്ങൾ എന്താണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടെ വിഷയം എഴുതുക, ലോൺ, അതുപോലെ സൊസൈറ്റി അറിയിപ്പ്, എന്തെങ്കിലും ചർച്ച ചെയ്ത് തീരുമാനം എടുക്കണമെങ്കിൽ അത്, പഠനവേദിയുടെ ഹാജർ, അങ്ങനെ ഓരോന്ന് എഴുതുക എന്താണ് വേണ്ടത്. അപ്പോൾ ഒന്ന് എഴുതിയിട്ട് അതിൻ്റെ തീരുമാനം എഴുതുക. തീരുമാനം ചർച്ച ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എഴുതേണ്ടതില്ല. ലാസ്റ്റ് എന്താണോ തീരുമാനിക്കുന്നത് അത് മാത്രം. ഇപ്പോൾ റസിയാക്ക് 2 ലക്ഷം രൂപ അനുവദിച്ചു, ലോണായി അനുവദിച്ചു എന്ന് എഴുതാം. അതുപോലെ പഠനവേദിൻ്റെ ആണെങ്കിൽ പ്രതിമാസ യോഗത്തിൽ ഹാജർ എന്ന് എഴുതാം, ചർച്ചാ വിഷയം. അതിൽ മാസത്തിൽ യോഗത്തിൽ പങ്കെടുക്കാത്തവരെ വിശദീകരണം തേടുവാൻ തീരുമാനിച്ചു, അങ്ങനെ എഴുതണം. കലക്ഷൻ, ആഴ്ച കലക്ഷൻ നെറ്റിങ് കൊടുക്കുക. കലക്ഷൻ തുടർച്ചയായി വീഴ്ച വരുത്തുന്നവരെ വാണിംഗ് കൊടുക്കും എന്നുള്ള രീതിയിൽ തീരുമാനം എഴുതാം. ചർച്ചയുടെ നമ്പർ എഴുതുക, വിഷയം എഴുതുക, അതിന് തീരുമാനം എന്താണോ എടുത്തത് അത് എഴുതാം. അതിനുശേഷം കൂടുതൽ എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ ഇവിടെ എഴുതാം. കൂടുതൽ ഇപ്പോൾ യോഗത്തിൽ ഗാനാലാപനം നടത്തി, അതുപോലെ സൊസൈറ്റിയുടെ ഇന്ന അറിയിപ്പ് വിശദീകരിച്ചു, മെസ്സേജുകൾ കൈമാറി, അങ്ങനെ രീതിയിലുള്ള ഒരു ഡീറ്റെയിൽസ് ഇവിടെ എഴുതാം. അവതരണം നടത്തിയത് എഴുതാം, അങ്ങനെയൊക്കെ ചെയ്യാം. യോഗം അവസാനിച്ച സമയം എഴുതുക, അധ്യക്ഷയുടെ ഒപ്പ് എഴുതുക, സെക്രട്ടറിയുടെ ഒപ്പ് എഴുതുക. അതോടുകൂടി മിനിറ്റ്സ് കഴിഞ്ഞ്. ഇങ്ങനെ തന്നെയാണ് അടുത്ത പേജിലൊക്കെ ഉള്ളത്. അതൊക്കെ തന്നെ ഒരേ രീതിയിലാണ് ചെയ്യേണ്ടത്. ഇത് 3 വർഷത്തേക്കുള്ള ഈ ഒരു മിനിറ്റ്സാണ് ഉള്ളത്. നിങ്ങൾ ഈ മാസം മുതൽ തന്നെ മിനിറ്റ്സ് എഴുതി ആരംഭിക്കുക. നമ്മുടെ പ്രവർത്തനങ്ങൾ ഭംഗിയായി നടക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്.